ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിൽ നമ്മൾ മീൻ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു, മീഡിയം ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു, മോഡ് ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മോഡിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Okay, so what is the first question? First നമുക്ക് തന്നത് a survey regarding the heights in centimeter of 51 girls of class 10 of a school was conducted and the following data was obtained. അപ്പോൾ നമുക്ക് height ആണ് തന്നത്, number of girlsഉം തന്നിട്ടുണ്ട് അല്ലേ. We want to find the median height. മീഡിയന്റെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയൻ ഹൈറ്റ് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. സോ 51 ഗേൾസിന്റെ മീഡിയൻ ഹൈറ്റ് നമ്മൾ എങ്ങനെ കാണും? ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ക്വസ്റ്റ്യനിൽ തന്നെ. ശരിക്കും നമുക്ക് ക്ലാസ് ഇന്റർവെല് തന്നിട്ട് അതിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കലാണ് അല്ലെ. എന്നാലല്ലേ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടിയാലല്ലേ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് തന്നത്. അപ്പൊ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ നമ്മൾ ആദ്യം ക്ലാസ് ഇന്റർവെല്ലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്ലാസ് ഇന്റർവെല്ലിലോട്ടാക്കണം, എന്നാലേ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടുള്ളൂ. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ത് വരും? ലെസ് ദാൻ 140 എന്ന് പറഞ്ഞാല് ബിലോ 140. നെക്സ്റ്റ് എന്ത് വരും? ലെസ് ദാൻ 145 എന്ന് പറഞ്ഞാല് 140 to 145. 140 to 145. Then next one 145 to 150. Then 150 to 155, then 155 to 160, then 160 to 165. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് ഇന്റർവെല്ലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരുന്നു തന്നത്, അത് ക്ലാസ് ഇന്റർവെല്ലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മളെ ഫ്രീക്വൻസീസ് മാറ്റണ്ടേ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ലെസ് ദാൻ 140 എന്ന് പറഞ്ഞാൽ ബിലോ 140 അല്ലേ. ബിലോ 140 എന്ന് പറയുമ്പോൾ എന്താ? 4. ഓക്കെ, ഈ ലെസ് ദാൻ 145 എന്ന് പറയുമ്പോൾ 11 ആണ് അല്ലേ. അതെങ്ങനെ? ലെസ് ദാൻ 145 11 ആണെന്ന് പറഞ്ഞാൽ 140ന്റെ 4ഉം കൂടെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? ആ ഒരു ലെസ് ദാൻ 145 ഇൻക്ലൂഡ് ചെയ്യില്ലേ? കാരണം ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് തന്നത്. അപ്പൊ 11ന് നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 11 മൈനസ് 4 7 അല്ലേ. അപ്പം 140 to 145 എന്താ? 7. അപ്പൊ 4ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. അപ്പൊ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് തന്നത്. Then next 29 ആണ് അല്ലെ, ലെസ് ദാൻ 150. അപ്പം ഈ 4ഉം 11ഉം കൂടെ ആഡ് ചെയ്തതും കൂടെ 11ഉം കൂടെ ഉള്ളതാണ് എന്ത്? 29. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 29ന് 11 സബ്ട്രാക്ട് ചെയ്യണം. 29 മൈനസ് 11 18. അപ്പൊ 145 to 150 18 ആണ്. അപ്പൊ 18 പ്ലസ് 7 പ്ലസ് 4 ആണ് എന്ത് വരിക? 29. Then next one 150 to 155. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 40ന്ന് 29 സബ്ട്രാക്ട് ചെയ്യണം. 40ന്ന് 29 സബ്ട്രാക്ട് ചെയ്യണം. 40 മൈനസ് 29. 10ന് 9 പോയാൽ 1. Then ഇവിടെ എന്തുണ്ടാവും? 3. 3 മൈനസ് 11. 3 മൈനസ് 2 1. 11. ഓക്കെ, അപ്പൊ 4 പ്ലസ് 7 പ്ലസ് 18 പ്ലസ് 11 ആണ് എന്ത്? 40. Then 155 to 160 എന്താ? 46. അപ്പൊ 46ന്ന് എന്താണ്? 40 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. 46ന്ന് 40 സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി 6 ആണ് ഉണ്ടാവുക. Then next 155 to 160. സോറി 160 to 165 ആണ് ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അത് 51ന്ന് 46 സബ്ട്രാക്ട് ചെയ്യണം. 47 48 49 50 51 5. അപ്പൊ ഒക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 51 കിട്ടണം. എന്നാലേ നമ്മളെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി ആണ് ഫൈൻഡ് ചെയ്തത്. അപ്പൊ 18 പ്ലസ് 11 പ്ലസ് 7 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 5 എന്ത് വരും? 9. 9ലോട്ട് 7 ആഡ് ചെയ്യുമ്പോൾ 10 11 12 13 14 15 16 17 18 19 20 26 27 28 29 30 31 1 3 3 4 5
ടോട്ടൽ 51 കിട്ടും നമ്മളെ ഫ്രീക്വൻസീസ് ഒക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ. കാരണം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ലാസ്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മളെ n ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് തന്നത്. അപ്പൊ 4, 11, 29, 40, 46, 51. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി റെഡി ആക്കണം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി നമ്മൾ കണ്ടു. ഫ്രീക്വൻസി എങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്ന് ഫൈൻഡ് ചെയ്യുക, ഓരോന്ന് സബ്ട്രാക്ട് ചെയ്യുക. മുന്നുള്ളത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 11 4 സബ്ട്രാക്ട് ചെയ്യുക, 29 11, 14 29. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഫൈൻഡ് ചെയ്യൽ ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു. ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്, മീഡിയൻ ആണ് അല്ലെ. മീഡിയൻ കാണാൻ നമ്മൾ എന്ത് കാണണം, മീഡിയൻ ക്ലാസ് കാണണം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ n/2 നോക്കുക. n/2 ഉള്ളതായിരിക്കും, n/2 നിയറസ്റ്റോ ഗ്രേറ്റർ ദാനോ ആയിട്ടുള്ളത്. അപ്പൊ 51/2, 51 divided by 2. 2 2s are 4, 1 1, 5 2s are 10, 1 0, 5 2s are 10. അപ്പൊ 25.5 ആണ്, 25.5. അപ്പൊ ഈ 25.5 നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25.5നേക്കാളും വലുതോ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ളതോ ഏതാ, 29. അപ്പൊ 29 ഏതിന്റെ 145, 145 to 155. So our median class is 145 to 150. ഓക്കെ, മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 145 to 150 ആണ്. ഇനി മീഡിയൻ ക്ലാസ് കിട്ടിയാൽ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n/2 minus CF divided by F into H. L എന്താ 145 പ്ലസ് n/2 എന്താ, n/2 നമ്മൾ ഓൾറെഡി മീഡിയൻ ക്ലാസ് ഫൈൻഡ് ചെയ്യൂ അല്ലെ. അപ്പൊ 25.5 മൈനസ് CF എന്താ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസിന്റെ ഇതാണ് നമ്മളെ മീഡിയൻ ക്ലാസ്. അതല്ലാത്ത അതിന്റെ മേലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ, 11 ആണ് അല്ലെ. 11 ഡിവൈഡഡ് ബൈ നമ്മളെ ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി വരുന്നത് 29 ഇൻറ്റു H എന്താ, നമ്മളെ H വരുന്നത് 5. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇത് സോൾവ് ചെയ്യുക. അപ്പൊ നമ്മളെ മീഡിയൻ കിട്ടും, which is equal to 145 plus 25.5 എന്ന് 11 സബ്ട്രാക്ട് ചെയ്യാം. 25.5 മൈനസ് 11. അപ്പൊ എന്ത് വരും, 5 1 4 2 1 പോയ 14.5 അല്ലേ. അപ്പൊ നമുക്ക് 11 പ്ലസ് 14.5 എന്ന് പറയുമ്പോൾ 25.5. ഓക്കെ, 14.5 ഡിവൈഡഡ് ബൈ 29 ഇൻറ്റു 5. ഇനി 14.5 ഇൻറ്റു 5 ചെയ്യാം. ഓക്കെ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, 14.5 by 29 ചെയ്യുക, ഇൻറ്റു 5 ചെയ്യുക. എന്നിട്ട് 14.5 ഇൻറ്റു 5 72.5. So 145 plus 72.5 divided by 29 എന്ന് കിട്ടും. അപ്പൊ 72.5 divided by 29 ചെയ്യണം. 14.5 into 5, 14.5 into 5 72.5 divided by 29. അപ്പൊ 2.5 ആണ് അല്ലേ കിട്ടുന്നത്. 2.5 72.5 divided by 29. അപ്പൊ 29 into 2 എന്ത് വരും, 58. അപ്പം 2 into 29 is 58. Then ഇവിടെ 4 വരും, ഇവിടെ നമുക്ക് 14, 145. അപ്പൊ 29 into 5.
ഓക്കെ, അപ്പൊ 72.5 ഡിവൈഡഡ് ബൈ 29 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അതിലോട്ട് 145 ആഡ് ചെയ്യുക. അപ്പൊ നമ്മളെ മീഡിയൻ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 145 പ്ലസ് 2.5. 145 പ്ലസ് 2.5 എന്ത് വരും? 147.5 ആണ് അല്ലെ നമുക്ക് ആൻസർ കിട്ടിയത്. 147.5. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളെ മീഡിയൻ ക്ലാസ് നമുക്ക് ഇവിടെ n എന്താ തന്നത്? n 51 ആണ് അല്ലെ, 51 ഗേൾസ് ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു 51. 51 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാല് 25.5 ആണ്. എന്നിട്ട് നമ്മളെ മീഡിയൻ ക്ലാസ് എന്ത് കിട്ടി? മീഡിയൻ ക്ലാസ് 145 to 150 കിട്ടി. അപ്പൊ 25.5 എന്ന് മൈനസ് നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 11 ആണ് അല്ലെ. അപ്പൊ 14.5 കിട്ടി. 14.5 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 18. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്താ? ഇവിടെ നമ്മള് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മളെ പ്രോബ്ലം ചെയ്തത്. 29 ഫ്രീക്വൻസി, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എഫ് 18 ഇവിടെയാണ് അല്ലെ വരിക. 18 ആണ് നമ്മളെ ഫ്രീക്വൻസി വരിക. ബട്ട് നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മളെ ആൻസർ ഫൈൻഡ് ചെയ്തത്. അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ 29 അല്ല, ഇവിടെ 18 ആണ് വരിക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ന്യൂമറേറ്ററിലാണ് വരിക, ഫ്രീക്വൻസി ആണ് താഴെ. അപ്പൊ ഇവിടെ 18. So here it is 18. അപ്പൊ നമുക്ക് 29 അല്ല 18 ആണ് വരിക. ഓക്കെ, അപ്പൊ 72.5 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. 72.5 divided by 18, which is equal to 4.02. 4.02 plus 145. 149.02 ആണ് നമ്മളെ ആൻസർ. 149.02. ഫോർ 4.02 എന്നാണ് വരിക 72.5 അല്ലേ. സോ 149.02 ആണ് നമ്മളെ മീഡിയൻ. അപ്പൊ മീഡിയൻ എപ്പോഴും മീഡിയൻ ക്ലാസിന്റെ ഉള്ളിലുള്ളതായിരിക്കും. മീഡിയൻ ക്ലാസ് 145 to 150 ആണ്. അപ്പൊ മീഡിയൻ 149.02 ആണ്. അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഫ്രീക്വൻസിന്റെ പ്ലേസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തുപോയി. അപ്പൊ അത് റോങ് ആണ്. നമ്മൾ ഫ്രീക്വൻസി ആണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ നമ്മളെ ആൻസർ എന്താ? 149.02 ആണ് നമ്മളെ മീഡിയൻ. The next question, the median of the following data. മീഡിയൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഫൈൻഡ് ചെയ്യണ്ട. മീഡിയൻ 525 ആണ് തന്നിട്ടുണ്ട്. Find the values of x and y if the total frequency is 100. ടോട്ടൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, സമ്മേഷൻ എഫ് തന്നിട്ടുണ്ട് 100 ആണ്. അതുപോലെ മീഡിയനും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? എക്സും വൈയും. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫ്രീക്വൻസീസ്, 2 ഫ്രീക്വൻസീസ് മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് മീഡിയനും ടോട്ടൽ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? ക്ലാസ് ഇന്റർവെൽ എഴുതുക. ക്ലാസ് ഇന്റർവെൽ. മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ ആകെ 3 കോളം ആണ് അല്ലെ ഉണ്ടാവുക. ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ ഉണ്ടാവും, ദെൻ ഫ്രീക്വൻസി ഉണ്ടാവും, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവും. 100 to 200, 200 to 300, 300 to 400, 400 to 500, 500 to 600, 600 to 700, 700 to 800, ലാസ്റ്റ് 1000 വരെ പോണല്ലേ നമുക്ക്. അപ്പം 800 to 900, 900 to 1000. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് ഇന്റർവെല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ? ഫ്രീക്വൻസീസ് എഴുതാം. അപ്പൊ 25x, 25x, then 12, 17, 20y, 12, 17, 20y.
then 974. 974. ഇതാണ് നമ്മളെ ഫ്രീക്വൻസീസ്. ഇനി നമ്മൾ എന്ത് കാണണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം അല്ലെ. നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ 2, ഇനി 2ഉം 5ഉം ആഡ് ചെയ്യാം, 7. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അതിലോട്ട് എക്സ് ആഡ് ചെയ്യുക. അപ്പൊ 7 + x. ഇനി 12, 13, 14, 15, 16, 17, 18, 19 എന്ന് വരും. 19 + x. ഇനി 19ലോട്ട് 17 ആഡ് ചെയ്യാം. 19 + 17 36 വരും. അപ്പൊ ഇവിടെ 36 + x എന്ന് വരും. x നമുക്കറിയില്ല. വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ദെൻ 36ലോട്ട് 20 ആഡ് ചെയ്യുമ്പോൾ 46, 56. 56 + x എന്ന് വരും. ഇനി 56 + x + y എന്ന് വരും. ദെൻ 56ലോട്ട് നമ്മൾ 9 ആഡ് ചെയ്യുമ്പോൾ 57, 58, 59, 60, 61, 62, 63, 64, 65. അപ്പം 65 + x + y. ഇനി 65ലോട്ട് 7 ആഡ് ചെയ്യുമ്പോൾ 66, 67, 68, 69, 70, 71, 72. 72 + x + y. Then 76 + x + y. അപ്പൊ നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഫ്രീക്വൻസി എന്താണ്? 100 ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിത്തെ ലാസ്റ്റ് എന്തായിരിക്കും? എപ്പോഴും നമ്മളെ n ആയിരിക്കും. നമുക്ക് n = 100 ഗിവൺ ആണ് അല്ലെ. n = 100 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 76 + x + y = 100. അപ്പൊ x + y = 100 - 76 എന്ത് വരും? 100 - 76. 10 - 6 4. 9 7 പോയാൽ 100 - 76. 9 - 7 24. സോ നമുക്ക് 24 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ നമ്മളെ x + y ആണ് 24. ഇവിടെ നമുക്ക് x + y ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്? അല്ല, നമുക്ക് എക്സും വൈയും ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇനി നമ്മളോട് നമുക്ക് മീഡിയൻ തന്നിട്ടുണ്ടല്ലോ നമ്മളെ ക്വസ്റ്റ്യനിൽ. നമുക്ക് മീഡിയൻ എന്താ തന്നത്? 525 ആണ്. അപ്പൊ ഈ 525 നമുക്കറിയാം മീഡിയൻ എപ്പോഴും മീഡിയൻ ക്ലാസിന്റെ ബിറ്റ്വീനിലായിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് കിട്ടിയത് മീഡിയൻ എപ്പോഴും മീഡിയൻ ക്ലാസിന്റെ ഉള്ളിലല്ലേ, മോഡൽ ക്ലാസിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക. അപ്പൊ മീഡിയൻ 525 ആണെങ്കിൽ 525 ഏത് ഇന്റർവെല്ലിന്റെ ഉള്ളിലായിരിക്കും? 500ന്റെയും 600ന്റെയും ഉള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 500 to 600 ആണ്. കാരണം മീഡിയൻ 525 ആണ്. 525 ലൈ ചെയ്യുക 500 to 600ന്റെ ബിറ്റ്വീനിലാണ്. സോ 500 to 600 ആണ് നമ്മളെ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു 500 to 600. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എക്സിന്റെയും വൈന്റെയും വാല്യൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ മീഡിയൻ കാണാനുള്ള ഫോർമുല എന്താ? മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - CF / F × H. ഇനി ഓരോ വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എക്സ് കിട്ടും. എക്സും കിട്ടും വൈയും കിട്ടും. അപ്പൊ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് 500 പ്ലസ്. ഇനി നമ്മൾ n/2 എന്താ? n 100 ആണ് ഗിവൺ ആണല്ലോ. അപ്പൊ n/2 എന്ന് പറഞ്ഞാൽ 100 / 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 മൈനസ്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ മീഡിയൻ ക്ലാസ് എന്താ? 500 to 600. 500 to 600ന്റെ മേലുള്ളതായിരിക്കും അല്ലെ. മേലുള്ളതാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. അപ്പം എന്താണ്? 36 + x. 500 to 600 ഇതാണ് നമ്മളെ മീഡിയൻ ക്ലാസ്. അപ്പം എന്താണ്? 36 + x. സോ നമുക്ക് 36 + x ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി 20 ആണ്. അപ്പം ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, കാരണം ഇവിടെ നെഗറ്റീവ് ആണ്. സോ 36 + x / ഫ്രീക്വൻസി 20 ആണ് ഇൻറ്റു h എന്താ വരിക? h നമ്മളെ ക്ലാസ് വിഡ്ത്ത് എന്താ? 100 അല്ലേ ക്ലാസ് സൈസ്? യെസ് 100. ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യും? ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്ലസ് ഉള്ളത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ,
നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മീഡിയൻ തന്നിട്ടുണ്ട്. മീഡിയൻ ഈസ് ഈക്വൽ ടു 525. അപ്പൊ അതും കൂടെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ 525. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് വൈയും കിട്ടും. ഇതിന് നമുക്ക് എക്സാ കിട്ടുക, കാരണം എക്സ് മാത്രമേ ഉള്ളൂ അല്ലെ. എക്സ് കിട്ടിയാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 500 പ്ലസ് 50 മൈനസ് 36 മൈനസ് എക്സ് എന്ന് വരും. ഈ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടിനും കൊടുത്തു. ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. ഇനി ഈ 100ഉം 20ഉം നമുക്ക് കട്ട് ചെയ്താൽ എന്ത് വരും? 5 അല്ലെ. 5 ഇൻറ്റു 20 100 വിച്ച് ഈസ് ഈക്വൽ ടു 500 പ്ലസ്. ഇനി 50ന്ന് 36 പോയാൽ 10 മൈനസ് 6 4. ദെൻ ഇവിടെ 4 ഉണ്ടാവും. 4ന്ന് 3 പോയാൽ 1 14 മൈനസ് എക്സ് ഇൻറ്റു 5. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. ഇനി 14 മൈനസ് എക്സ് ഇൻറ്റു 5. അപ്പൊ 14നും എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. എക്സിനും എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആദ്യം 500 അതിലോട്ട് ആഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ 500 പ്ലസ് 14 ഇൻറ്റു 5 എന്ത് വരും? 70 മൈനസ് 5x വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊക്കെ എന്താണ്? നമ്മളെ മീഡിയൻ ആണ്. മീഡിയൻ 525 ആണെന്ന് ഗിവൺ ആണ്. അപ്പൊ ഇതൊക്കെ ഈക്വൽ ടു 525 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യാ? 70 മൈനസ് 5x മാത്രം ഒരു സൈഡിൽ വെക്കുക. 525 മൈനസ് 500 അല്ലെ. 500 പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ട് പോകും. സോ 70 മൈനസ് 5x ഈസ് ഈക്വൽ ടു 25. ഇനി 25 അങ്ങോട്ട് കൊണ്ടുപോവുക. 5xനെ കൊണ്ടുപോകുമ്പോൾ 70 മൈനസ് 25 ഈസ് ഈക്വൽ ടു പ്ലസ് 5x. മൈനസ് 5x അങ്ങോട്ട് പോയപ്പോൾ 5x ആയി. 25 പ്ലസ് ഉള്ളത് മൈനസ് ആയി. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 മൈനസ് 5 എന്താ? 5. ഇനി 6ന്ന് 2 പോയാൽ 4. 45 ഈസ് ഈക്വൽ ടു 5x. x ഈസ് ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 5. 45 divided by 5 which is equal to 9. എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 9. 9 ഇൻറ്റു 5 ആണ് 45. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? യെസ്. ഇനി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ 24 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24. സോ എക്സ് നമുക്ക് 9 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 9 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. സോ വൈ ഈസ് ഈക്വൽ ടു 24 മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 15 അല്ലേ. 15 കിട്ടും. 24ന്ന് 9 പോയാല് ബാക്കി 15. അപ്പം നമ്മളെ വൈന്റെ വാല്യൂ 15 ആണെന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 9 ആണെന്ന് കിട്ടി. ടോട്ടൽ 15ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ 16, 17, 18, 19, 20, 21, 22, 23, 24. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കാണുക. അപ്പം എക്സ് വൈയും വാല്യൂസ് കിട്ടി. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇങ്ങനത്തെ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മീഡിയനും ഫ്രീക്വൻസിയും ഒക്കെ തരും. അപ്പൊ മീഡിയൻ 525 തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി 100 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ മീഡിയൻ കാണുന്ന രീതിയിലോട്ട് ചെയ്തു. ക്ലാസ് ഇന്റർവെല് ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മീഡിയൻ തന്നത് കൊണ്ട് മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടും. മീഡിയൻ എപ്പോഴും മീഡിയൻ ക്ലാസിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 500 to 600 ആണ്. എന്നിട്ട് നമുക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ്. അപ്പൊ നമുക്ക് എന്താ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 24 ആണെന്ന് കിട്ടി. കാരണം നമ്മളെ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ലാസ്റ്റ് ഉള്ളത് എപ്പോഴും ടോട്ടൽ ഫ്രീക്വൻസി ആവും. അപ്പൊ ഇത് ഈസ് ഈക്വൽ ടു 100 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 മൈനസ് 76 വിച്ച് ഈസ് ഈക്വൽ ടു 24 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പിന്നെ നമ്മൾ മീഡിയൻ ക്ലാസ് ഫൈൻഡ് ചെയ്തു. എന്നിട്ട് മീഡിയന്റെ ഫോർമുല വെച്ചിട്ട് എല്ലാ വാല്യൂസും അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 9. എക്സ് 9 കിട്ടിയത് കൊണ്ട് നമ്മളെ വൈന്റെ വാല്യൂ കിട്ടി. സോ വൈ ഈസ് ഈക്വൽ ടു
15 ആണ് എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ എക്സും വൈയും കാണാനുള്ളത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ മീഡിയൻ കാണാനുള്ള ഫോർമുല നന്നായിട്ട് പഠിക്കുക. മീഡിയൻ ക്ലാസ്സും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ നന്നായിട്ട് പഠിച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then next question. If the median of the distribution given below is 28.5, ഇനി നമ്മളെ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ 28.5 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെയും നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാണാനാണ്. അപ്പം ഒന്നുമില്ല, നമുക്ക് മീഡിയൻ 28.5 തന്നിട്ടുണ്ട്, ടോട്ടൽ ഫ്രീക്വൻസി 60 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം മീഡിയൻ ഈസ് ഈക്വൽ ടു 28.5. ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി ടേബിളിലാണ് തന്നത്, 60. ഇനി നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ടേബിൾ ഉണ്ടാക്കുക. ക്ലാസ് ഇന്റർവൽ 0 to 10 മുതൽ 50 to 60 വരെ, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് ഇന്റർവെല് കഴിഞ്ഞു. ഇനി നമുക്കറിയാം മീഡിയൻ ആയതുകൊണ്ട് നെക്സ്റ്റ് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി 5x 20, 5x 20, 15, y 5. ഇനി നമ്മൾ എന്താ, നമുക്ക് ഫ്രീക്വൻസി ക്ലാസ് ഇന്റർവെലും കഴിഞ്ഞു, ഫ്രീക്വൻസിയും കഴിഞ്ഞു. മീഡിയൻ കാണാൻ 3 കോളമാണ് അല്ലെ. നെക്സ്റ്റ് വൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം 5 വരും, ഇവിടെ 5ഉം എക്സും കൂടെ ആഡ് ചെയ്യും, ഇവിടെ 5ഉം എക്സും 20യും കൂടെ ആഡ് ചെയ്താൽ 25 പ്ലസ് എക്സ്. ഈ 25ലോട്ട് 15 ആഡ് ചെയ്യുമ്പോൾ 40 അല്ലേ. 25ലോട്ട് 10 ആഡ് ചെയ്യുമ്പം 35, 35ലോട്ട് 5 ആഡ് ചെയ്യുമ്പം 40, 40 പ്ലസ് എക്സ്. ഇനി അടുത്തത് 40 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. അടുത്തത് 45 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 45 പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, അതാണ് നമ്മളെ എന്ത്, ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി 60 ആണ് അല്ലെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ താഴെ ഉള്ളത് എപ്പോഴും നമ്മളെ ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം 45 പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 60, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 60 മൈനസ് 45, വിച്ച് ഈസ് ഈക്വൽ ടു 15. അപ്പൊ എക്സ് പ്ലസ് വൈ എന്താണ്, 15 ആണ് എന്നുള്ളത് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ, മോഡൽ നമുക്ക് മീഡിയൻ ക്ലാസ് കാണണം. മീഡിയൻ തന്നിട്ടുണ്ട് 28.5. അപ്പൊ മീഡിയൻ എപ്പോഴും മീഡിയൻ ക്ലാസിന്റെ ബിറ്റ്വീനിലല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മളെ 28.5 ഏത് ക്ലാസ്സാ, 20 to 30ന്റെ ബിറ്റ്വീനിൽ ഉള്ളതാണ് 28.5. അപ്പൊ നമ്മളെ 20 to 30 ആണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു 20 to 30. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു 20 to 30. ഇനി നമ്മൾ മീഡിയൻ കാണാനുള്ള ഫോർമുല എഴുതാം. മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. L എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലെ, മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, പ്ലസ് n/2. n നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, ടോട്ടൽ ഫ്രീക്വൻസി ആണ് n വരിക 60. 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 30 മൈനസ്, ഇനി നമ്മളെ മീഡിയൻ ക്ലാസിന്റെ മുന്നേ ഉള്ള ഫ്രീക്വൻസി എന്താ, 5 പ്ലസ് എക്സ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്, നോട്ട് ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ബ്രാക്കറ്റ് ഇടണം കാരണം ഇവിടെ മൈനസ് ആണ്, ഡിവൈഡഡ് ബൈ, ഇനി നമ്മളെ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി 20 ഇൻറ്റു, ഇനി നമ്മളെ എച്ച് എന്ത് വരും, നമ്മളെ ക്ലാസ് സൈസ് 10 ആണ്. അതുപോലെ മീഡിയൻ എന്താ 28.5. 10 is equal to 28.5. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ വൈയും കിട്ടും. 20 പ്ലസ്
30 minus 5 minus x. Bracket open ചെയ്തു. Divided by 20 into 10 is equal to 28.5. Which is equal to 20 plus 30 ന്ന് 5 പോയാൽ എന്താ 30 minus 5 എന്ന് പറഞ്ഞാൽ 25. 25 minus x divided by 20 into 10 is equal to 28.5. ഈ 10 ഉം 20 ഉം നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി ഇവിടെ എന്തുണ്ടായിരിക്കും? വലിയ നമ്പറിന്റെ അവിടെയാണ് ഉണ്ടാവുക അല്ലെ? 2 ഉണ്ടായിരിക്കും. Which is equal to 20 plus 25 minus x divided by 2 is equal to 28.5. ഇനി 20 നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പൊ എക്സ് മാത്രം ഒരു സൈഡിലോട്ട് ആക്കണം. അപ്പൊ 25 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 28.5 മൈനസ് 20. 28.5 ന്ന് 20 പോയാൽ ബാക്കി 8.5. So 25 minus x is equal to 8.5 divided by 2 ഉള്ളത് into 2 ആവും. അപ്പൊ 8.5 into 2. 8.5 into 2. 17. അപ്പൊ 25 minus x is equal to 17. x is equal to 25 minus x ആണ് 17. അപ്പൊ x ഇങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് ആവും. അപ്പൊ എന്ത് വരും? 17 ഇങ്ങോട്ട് വരും. അപ്പൊ 25 മൈനസ് 17. 25 മൈനസ് 17. 18, 19, 20, 21, 22, 23, 24, 25 which is equal to 8. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? 8 ആണ്. 25 മൈനസ് 17 is 8. അപ്പൊ എക്സിന്റെ വാല്യൂ 8 കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയാൽ y കണ്ടൂടെ? നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഇക്വേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 ആണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15. എക്സ് 8 കിട്ടി. സോ 8 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15. വൈ ഈസ് ഈക്വൽ ടു 15 മൈനസ് 8. 9, 10, 11, 12, 13, 14, 15 which is equal to 7. അപ്പൊ വൈന്റെ വാല്യൂ 7 ആണെന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 8 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കാണുക. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ചെയ്തു, ഈ ക്വസ്റ്റ്യനിലും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെയും വൈന്റെയും ഫ്രീക്വൻസിന്റെ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയും മീഡിയനും തരും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. The next one, the lengths of 40 leaves of a plant are measured correct to the nearest millimeter and the data obtained represented in the following table. അപ്പൊ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ലീവ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞേ? ഫൈൻഡ് ദ മീഡിയൻ ലെങ്ത് ഓഫ് ദ ലീവ്സ്. അപ്പൊ നമ്മളെ മീഡിയൻ ലെങ്ത് ഓഫ് ദ ലീവ്സ് ആണ്, മീഡിയൻ കാണാനാണ് പറഞ്ഞത്. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. ദ ഡാറ്റ നീഡ്സ് ടു ബി കൺവേർട്ടഡ് ടു കണ്ടിന്യൂസ് ക്ലാസസ് for finding the median. Since the formula assumes continuous classes, the classes then change it to. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കണ്ടിന്യൂസ് ക്ലാസസ് ആക്കണം. നമ്മളെ ഡാറ്റ നന്നായിട്ട് നോക്കുക. ഡാറ്റ കണ്ടിന്യൂസ് ആണോ? അല്ല. ഇവിടെ 126 ആണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 126-ലാവണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കണം. നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ക്ലാസസ് അല്ല. നമ്മൾ 9th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആക്കാൻ. എങ്ങനെ നമ്മൾ ആക്കും? നമുക്ക് കണ്ടിന്യൂസ് ക്ലാസസ് ആണെന്ന് പറയാം. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മറ്റേ അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഇവിടെ 126 ആവണം, ബട്ട് ഇവിടെ 127 ആണ്. അപ്പം നമുക്ക് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മറ്റേ ക്ലാസിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആവാൻ നമ്മൾ അപ്പർ ലിമിറ്റ് 0.5 കൊണ്ട് ആഡ് ചെയ്യും, ലോവർ ലിമിറ്റ് 0.5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. എന്നാൽ നമ്മളെ ക്ലാസ് കണ്ടിന്യൂസ് ക്ലാസസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ക്ലാസസ് ആക്കാം. അപ്പൊ ക്ലാസ് ഇന്റർവൽ എന്നാൽ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ 118 0.5 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 117.5 to 126-ലോട്ട് 0.5 ആഡ് ചെയ്യുമ്പോൾ 126.5.
Then next 127. 127 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 126.5. അപ്പൊ നമ്മളെ ക്ലാസ് എന്തായി? കണ്ടിന്യൂസ് ക്ലാസ് ആയി. കാരണം എന്താ? ഇവിടെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആണ്. സോ 126.5 നെക്സ്റ്റ് അപ്പർ ക്ലാസ്സിൽ 0.5 ആഡ് ചെയ്യുക. സോ 135.5 എന്ന് വരും. ഈ നെക്സ്റ്റ് അടുത്തത് 136 ആണ്. ഈ 136 നമ്മൾ എന്ത് ചെയ്യുക? 0.5 സബ്ട്രാക്ട് ചെയ്യുക. സോ 135.5 minus 144.5. Then next 144.5 to 153.5 എന്ന് വരും. 144.5 to 153.5. Then next 153.5 ആണ് സ്റ്റാർട്ട് ചെയ്യുക. 153.5 to ഇതിന് 0.5 ആഡ് ചെയ്യുക. അപ്പൊ 162.5. ഇനി 162.5 to 171.5. Then next സബ്ട്രാക്ട് ചെയ്യലാണ്. അപ്പൊ 171.5 to 180.5. അപ്പൊ നമ്മളെ ക്ലാസ് കണ്ടിന്യൂസ് ക്ലാസ്സസ് ആയില്ലേ? ഇവിടെ ഉള്ള ഈ അപ്പർ ലിമിറ്റ് ഒക്കെ നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ് ഇന്റർവെല് കണ്ടിന്യൂസ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഫ്രീക്വൻസീസ് എഴുതാം. ഫ്രീക്വൻസീസ് 3, 5, 9, 12, 3, 5, 9, 12, 5, 4, 2, 5, 4, 2. ഇനി നമുക്കറിയാം മീഡിയൻ ആണ് അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ ആകെ 3 കോളംസ് മതി. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോളം വേണം. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 plus 5 8 plus 9 എന്ത് വരും? 17. അപ്പൊ 17ലോട്ട് 12 ആഡ് ചെയ്യുമ്പോൾ 29 എന്ന് വരും അല്ലേ? 29ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 30, 31, 32, 33, 34 എന്ന് വരും. ദെൻ 38 വരും. ദെൻ 40. ഓക്കെ, അപ്പൊ നമുക്ക് 40 എന്ന് കിട്ടി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ? മീഡിയൻ കാണാൻ മീഡിയൻ ക്ലാസ് വേണം അല്ലെ? മീഡിയൻ ക്ലാസ് കാണാൻ ആദ്യം n/2 ചെയ്യും. n എന്താ? 40 ആണ് അല്ലെ? 40 ഡിവൈഡഡ് ബൈ 2. ടോട്ടൽ 40 ആണ് n എപ്പോഴും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ 20. അപ്പൊ 20 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 20യോ 20നേക്കാളും വലുത് വരുന്നതോ നോക്കുക. ഏതാ? 29. അപ്പൊ നമ്മളെ മീഡിയൻ ക്ലാസ് എന്താ? 144.5 to 153.5. 144.5 to 153.5 ആണ്. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു 144.5 to 153.5. ഇനി നമുക്ക് മീഡിയൻ കാണാൻ ഒന്നുമില്ല. മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയന്റെ ഫോർമുല ചെയ്താ മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n/2 minus CF divided by F into H. L എന്താ? 144.5 plus n/2 എന്താ? n/2 20. 20 മൈനസ് ഇനി അതിന്റെ മീഡിയൻ ക്ലാസിന്റെ മേലെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 17. അതുപോലെ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി 12. 17 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഇനി എച്ച് എന്ത് വരും? എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസ് 162.5 171.5 അങ്ങനെ എല്ലാത്തിൻ്റെയും നോക്കുക സെയിം തന്നെയാണ് അല്ലേ? 63.5 64.5 65.5 66.5 67.5 68 69 70 71. അപ്പൊ 9 ആണ് ക്ലാസ് സൈസ് വരുന്നത്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9 which is equal to 144.5 plus 20 minus 17 3/12 into 9. ആണെങ്കിൽ ഈ 9ഉം 12ഉം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം?
റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 × 9 ചെയ്യാം. 144.5 പ്ലസ് 27/12. അപ്പൊ 27/12 ചെയ്യാം. എന്നിട്ട് 144.5 അതിലോട്ട് ആഡ് ചെയ്യാം. 27 divided by 12 which is equal to 2.25 എന്ന് വരും. അപ്പം 144.5 plus 2.25. 2.25. അപ്പം എന്ത് വരും? 146. നമുക്ക് 27 വേണമെങ്കിൽ ഈ 12ഉം 9ഉം ക്യാൻസൽ ചെയ്യാം. രണ്ടും 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ളതല്ലേ. അപ്പൊ ഇത് 4 ആവും, ഇത് 3 ആവും. അപ്പൊ 9 divided by 4 ചെയ്യാം. 9/4. 2 4s are 8. 1 2 4s are 8. 2 0 5. അപ്പൊ 2.25 തന്നെയാണ് കിട്ടുക. ഇനി 144.5ലോട്ട് 2.25 ആഡ് ചെയ്യാം. 144.5 plus 2.25. 5 7 140 അല്ലേ? 5ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 5 7 146.75. 146.75. 144.5 plus 2.25. 146.75 എന്ന് കിട്ടും. So our median is 146.75. അപ്പൊ നമ്മളെ മീഡിയൻ ക്ലാസ് ഏതായിരുന്നു? മീഡിയൻ ക്ലാസ് അതിന്റെ ബിറ്റ്വീനിലായിരിക്കും എപ്പോഴും മീഡിയൻ. 144.5 to 153.5 ആയിരുന്നു. അപ്പൊ നമ്മളെ ആൻസർ 146.5. നമ്മളെ മീഡിയന് 146.5. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ക്ലാസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആക്കണം. എങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആക്കുക? അപ്പർ ലിമിറ്റ് 0.5 ആഡ് ചെയ്യുക, ലോവർ ലിമിറ്റ് 0.5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ് ഇന്റർവെലിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കണം. എന്നാലേ നമ്മളെ ക്ലാസ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആക്കാന് അങ്ങനെ ചെയ്യുക. 0.5 ആഡ് ചെയ്യുക അപ്പർ ലിമിറ്റില്, 0.5 സബ്ട്രാക്ട് ചെയ്യുക ലോവർ ലിമിറ്റില്. അപ്പൊ നമ്മളെ മീഡിയൻ ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പൊ n/2 ചെയ്യുമ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടും. എന്നിട്ട് നമ്മളെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. L plus n/2 minus CF divided by F into H. അങ്ങനെ നമ്മളെ മീഡിയൻ ക്ലാസിന്റെ ഉള്ളിലുള്ള വാല്യൂ ആയിരിക്കും നമ്മളെ മീഡിയൻ. അപ്പൊ നമ്മളെ മീഡിയൻ 146.5. The next one, 100 surnames were randomly picked up from a local telephone directory and the frequency distribution of the number of letters in the English alphabets in the surnames was obtained as follows. ഇവിടെ number of letters നമ്മുടെ ക്ലാസ് ഇന്റർവെല് കണ്ടിന്യൂസ് ആണ് അല്ലെ. അപ്പർ ലിമിറ്റ് അടുത്ത ലോവർ ലിമിറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ നമ്പർ ഓഫ് സർനെയിംസും തന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഇന്റർവെല്ലും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ഡിറ്റർമൈൻ ദ മീഡിയൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ സർനെയിം. മീഡിയൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കാണണം. ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ്. മീൻ നമ്പർ ഓഫ് ലെറ്റേഴ്സും കാണണം. ഓൾസോ ഫൈൻഡ് ദ മോഡൽ സൈസ് ഓഫ് ദ സർനെയിം. മോഡും കാണണം. അപ്പൊ ഇവിടെ മീനും മീഡിയനും മോഡും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം മീന് ഫൈൻഡ് ചെയ്യാം. മീന് ഫൈൻഡ് ചെയ്യാൻ ആദ്യം നമുക്ക് നമ്മളെ ക്ലാസ് ഇന്റർവെൽ നമുക്ക് ഏത് മെത്തേഡ് വെച്ചിട്ടും ഫൈൻഡ് ചെയ്യാൻ പറ്റൂലേ. മീന് കാണാൻ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അസ്യൂംഡ് മീൻ മെത്തേഡ് ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മളെ ഡാറ്റ നോക്കുക. നമ്മളെ ഫ്രീക്വൻസി ഒക്കെ കുറച്ച് വലുതുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണ്ട, നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ട് നോക്കാം. അപ്പൊ 1 to 4, 4 to 7 ക്ലാസ് ഇന്റർവെല്ലില് 1 to 4, 4 to 7, 7 to 10, 10 to 13, then 13 to 60, 16 to 19, 13 to 60, 16 to 19. ഓക്കെ, ക്ലാസ് ഇന്റർവെല് തന്നിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസീസ് നെക്സ്റ്റ് കോളത്തില് നമ്മളെ ഫ്രീക്വൻസീസ് 6, 30, 40, 16, 6, 30, 40, 16, 4, 4, 4, 4. അപ്പൊ ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും. ഇനി മീന് കാണാൻ നമുക്ക് എന്താ വേണ്ടത്? XI വേണ്ടേ? XI അല്ലേ നമ്മളെ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ 5/2.
1 + 4 എന്ന് പറഞ്ഞാൽ 5, 5/2 എന്ന് പറയുമ്പം 2.5. Then 4 + 7 11, 11 / 2 എന്ന് പറയുമ്പോൾ 5.5. Then 17 / 2, 7 to 10 17 ആണ്. 17 / 2 എന്ന് പറയുമ്പോൾ 8.5. Then ഇതെന്ത് വരും? 23 അല്ലേ? 23 / 2, 23 / 2 11.5. Then 13 to 16 29, 29 / 2 14.5 എന്ന് വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓർഡർ വെച്ചിട്ട് നോക്കാം. 2.5, 3.5, 4.5, അടുത്ത 5.5, 6.5, 7.5, അടുത്തതായ 8.5, 9.5, 10.5, അടുത്തതായ 11.5, 12.5, 13.5, അടുത്തതായ 14.5, then 15.5, 16.5, അടുത്തത് ആയ 17.5 ആയിരിക്കും ഇത് വരിക അല്ലേ? അങ്ങനെ നമുക്ക് xiകളും കിട്ടി. ഇനി നമുക്ക് എന്താണ്, നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് അസ്യൂംഡ് മീൻ, നമ്മൾ മിഡിൽ നമ്പർ ആണല്ലോ എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 8.5 11.5 എടുക്കാം. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് 8.5 എടുത്തു. ഇനി di ഈസ് ഈക്വൽ ടു xi മൈനസ് a. xi എന്ന് പറഞ്ഞാല് 2.5 എന്ന് 8.5, 3.5, 4.5, 5.5, 6.5, 7.5, 8.5. അപ്പൊ -6. ഇനി 5.5, 6, 7, 8. അപ്പൊ എന്താ? -3. ഇനി ഇവിടെ 0 വരും. ഇനി 9, 10, 11, 12, 13, 14. അപ്പൊ ഇവിടെ 6 വരും. then 16, 17. ഇവിടെ 8 വരും. അപ്പോൾ നമുക്ക് 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഇവിടെ നമുക്ക് 9 ആണ് അല്ലേ വരിക ഓർഡർ വെച്ച് നോക്കുമ്പോൾ 9. അപ്പൊ DIകൾ കണ്ടു. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? FI DI. ഇതാണ് നമ്മളെ ഫ്രീക്വൻസി FI. ഇനി നമ്മൾ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 × 6 -36. ഇനി 30 × 3 -90. ഇനി 40 × 0 0. 16 × 3 എന്ത് വരും? 48. then 4 × 6 24. then 4 × 9 36. അപ്പൊ നമ്മളെ FI DI റെഡിയായി. ഇനി സമ്മേഷൻ FI DI ഫൈൻഡ് ചെയ്യണം. സമ്മേഷൻ FIയും ഫൈൻഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ D ബാർ കിട്ടും. അപ്പൊ -36 -90 ആഡ് ചെയ്യുമ്പോൾ 6 -126 -126 എന്ന് കിട്ടും. then പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 48 + 24 + 36. $108 എന്ന് കിട്ടും അല്ലേ? 108. ഇനി 108 + -126. അപ്പോ എന്താ? ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സബ്ട്രാക്ട് ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. അപ്പം 126 - 108. ഇവിടെ നമുക്ക് 8 കിട്ടും. ഇവിടെ എന്താണ്? 1 ആണ് അല്ലെ? 1 - 0. അപ്പം 18 കിട്ടി. സോ give the sign of large number -18 എന്ന് കിട്ടും. അപ്പൊ സമ്മേഷൻ FI DI നമുക്ക് -18 ആണ് കിട്ടുന്നത്. നമുക്ക് 36 + 90 -126. അതുപോലെ 48 + 24 + 36
108. ഇനി 108 minus 126 which is equal to 18. മൈനസ് 18 എന്ന് കിട്ടി. ഇനി നമ്മളെ ഫ്രീക്വൻസീസ് ആഡ് ചെയ്യണം അല്ലെ. ഈ 4ഉം 4ഉം 8 കിട്ടി. ഇതെന്ത് കിട്ടി? 70 കിട്ടി. 70ലോട്ട് 86. അപ്പൊ ഇത് 86 ആയി. 86 പ്ലസ് 8 പ്ലസ് 6 100. അപ്പൊ നമുക്ക് ഇത് 100 എന്ന് കിട്ടി. സമേഷൻ FI 100 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഡി ബാർ കാണുക. ഡി ബാർ എന്ന് പറഞ്ഞാൽ സമേഷൻ FI DI ഡിവൈഡഡ് ബൈ സമേഷൻ FI വിച്ച് ഈസ് ഈക്വൽ ടു -18 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടി. -18 ഡിവൈഡഡ് ബൈ 100 0.18 എന്ന് കിട്ടും അല്ലെ. ഒരു 2 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ബാക്കിലോട്ട് ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യൂ അല്ലെ. -0.18 എന്ന് കിട്ടും. ഓക്കെ. ഇനി എക്സ് ബാർ കാണാൻ എന്ത് ചെയ്യണം? അതിലോട്ട് എന്ത് ആഡ് ചെയ്യും? അതിലോട്ട് നമ്മൾ എ ആഡ് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ 8.5 ആണ് അല്ലെ. 8.5. അപ്പം 8.5 പ്ലസ് -0.18. 8.5 മൈനസ് 0.18 എന്ന് കിട്ടും. 8.5 പ്ലസ്, അപ്പൊ ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ സബ്ട്രാക്ട് ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ 8.5 മൈനസ് 0.18 ഈസ് ഈക്വൽ ടു 8.32. 8.32 എന്ന് കിട്ടും. 8.32. അപ്പൊ നമ്മളെ മീൻ എന്ത് കിട്ടി? 8.32 ആണ് എന്ന് കിട്ടി. അപ്പം 8.5 എന്ന് 0.18 സബ്ട്രാക്ട് ചെയ്താൽ 10 നിന്ന് 8 പോയാൽ 2, ഇവിടെ നമുക്ക് 4 ഉണ്ടായിരിക്കും. 4 നിന്ന് 1 പോയാൽ 3, 8.32. സോ അവർ മീൻ ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് നോട്ട് എക്സ് D bar, this is X bar. So X bar is equal to 8.32. അങ്ങനെ മീൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് മീഡിയൻ ഫൈൻഡ് ചെയ്യണം അല്ലെ. മീൻ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് മീഡിയനും ഫൈൻഡ് ചെയ്യണം, മോഡും ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ മോഡ് ഫൈൻഡ് ചെയ്യാം. ഓർ മീഡിയൻ. മീൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് മീഡിയൻ ഫൈൻഡ് ചെയ്യാം. എന്ത് വരും മീഡിയൻ? മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്താ 1 to 4 നമ്മളെ ക്ലാസ് ഇന്റർവെൽ അല്ലെ. ക്ലാസ് ഇന്റർവെൽ 1 to 4, 4 to 7, 7 to 10, 10 to 13, 13 to 16, 16 to 19. ഓക്കെ. ഇനി നമുക്ക് ക്ലാസ് ഇന്റർവെൽ കഴിഞ്ഞു. നമ്പർ ഓഫ് സർനെയിംസ്, അതാണ് നമ്മളെ ഫ്രീക്വൻസീസ്. എന്താ? 6, 30, 40, 16, 4, 4. ഇനി നമുക്കറിയാം മീഡിയൻ കാണാൻ ഒന്നുമില്ല, ആകെ ഒരു കോളം കൂടെ ഉണ്ടാവുള്ളൂ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 6, 36, 76, 76ലോട്ട് 6 ആഡ് ചെയ്യുമ്പോ 92, 96, 100. ഓക്കെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടു. ഇനി നമുക്ക് മീഡിയൻ ക്ലാസ് കാണണം അല്ലെ. അപ്പൊ n/2 എന്താ? 100/2 വിച്ച് ഈസ് ഈക്വൽ ടു 50. അപ്പൊ 50 നിയറസ്റ്റ് ആയിട്ട് 50നേക്കാളും വലുത് വരുന്നത് 7 to 10. അപ്പൊ 7 to 10 ആണ് നമ്മളെ മീഡിയൻ ക്ലാസ്. അപ്പൊ നമ്മളെ ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. L എന്താ? ഇവിടെ നമ്മളെ ലോവർ ലിമിറ്റ് 7 പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ 50 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതിൻ്റെതല്ല, അതിന്റെ മേലേത്തത് 36 ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയൻ ക്ലാസിൻ്റെത് 40 ഇൻറ്റു H. H എന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസ് 1, 2, 3, 4, 3 ആണ് അല്ലേ. ഓക്കെ. ഇനി ഇത് സോൾവ് ചെയ്താൽ നമ്മളെ മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 15 36 പോയാൽ 10 മൈനസ് 6 4, then 4 minus 3 1, 14 divided by 40 into
3. ഇനി 14 into 3 42. അപ്പം 7 plus 42 divided by 40. അപ്പൊ ആദ്യം 42/40 ഫൈൻഡ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് 7 ആഡ് ചെയ്യാം. 42 divided by 40 which is equal to 1.05. 1.05 plus 7 8.05 എന്ന് വരും. അപ്പൊ നമ്മളെ മീഡിയൻ എന്താ? 8.05. So median is equal to 8.05. അപ്പൊ മീനും നമ്മൾ ഫൈൻഡ് ചെയ്തു, മീഡിയനും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാനുള്ളത്? മോഡ്. ഇനി നമുക്ക് മോഡ് ഫൈൻഡ് ചെയ്യാം. അപ്പം മീന് നോക്കുക. മീന് നമുക്ക് കിട്ടിയത് എന്താ? മീന് 8.32 ആയിരുന്നു. അതുപോലെ മീഡിയൻ നമുക്ക് എന്താ കിട്ടിയത്? 8.05. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് മോഡാണ്. മോഡ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? മോഡ് ഫൈൻഡ് ചെയ്യാനാണ് ഏറ്റവും സിമ്പിൾ അല്ലേ? നമുക്ക് മോഡൽ ക്ലാസ് വേണം. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ? കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതായിരിക്കും നമ്മളെ മോഡൽ ക്ലാസ്. കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് മോഡൽ ക്ലാസ്. അപ്പൊ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതാ? 40. അപ്പൊ 7 to 10 തന്നെയാണ് മോഡൽ ക്ലാസ്സും. അത് തന്നെയാണ് നമുക്ക് മീഡിയൻ ക്ലാസ്സും ഉണ്ടായിരുന്നത് അല്ലെ? 7 to 10 മോഡൽ ക്ലാസ് ആണ്. ഇനി ഇക്വേഷൻ എന്താ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്? L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. ഇതാണ് ഫോർമുല മോഡ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് F1 എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 40 മൈനസ് F0 എന്ന് പറഞ്ഞാൽ മുന്നുള്ളത് 30 ഡിവൈഡഡ് ബൈ 2 into 40 മൈനസ് 30 മൈനസ് F2 എന്ന് പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഉള്ളത് 16 into H എന്ന് പറയുമ്പോ എന്താ? 3 ക്ലാസ് സൈസ്. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നമ്മളെ മോഡും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് മോഡിന്റെ ഫോർമുലയാണ്. മോഡ് which is equal to 7 plus 40 minus 30 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, 10 ആണ്. ഇനി 2 into 40 പോയി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആയിരിക്കണം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 80 മൈനസ് 30 മൈനസ് 16 into 3. ഇനി 80 30 പോയാൽ എന്ത് വരും? 50 അല്ലെ? 50 16 പോയാൽ 34. അപ്പം 7 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 34 into 3. ഇനി 10 into 3 എന്ന് പറഞ്ഞാൽ എന്താ? 30. അപ്പൊ 7 പ്ലസ് 30 by 34. അപ്പൊ ആദ്യം 30 by 34 ചെയ്യാം, എന്നിട്ട് അതിലോട്ട് 7 ആഡ് ചെയ്യാം. 30 by 34. 30 divided by 34 എന്ന് പറഞ്ഞാൽ 0.88 ആണ്. അതിലോട്ട് നമ്മൾ 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.88 എന്ന് കിട്ടും അല്ലേ? അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പോയിന്റ് എടുക്കുന്നതിനനുസരിച്ച് എടുക്കും. വേണമെങ്കിൽ നമുക്ക് അതിനെ റൗണ്ട് ചെയ്തിട്ട് 0.89 എന്നും ആക്കാം, അല്ലെങ്കിൽ 0.82 എന്നും ആക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 7.8. സോ അവർ മോഡ് ഈസ് ഈക്വൽ ടു 7.8. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മീൻ ഫൈൻഡ് ചെയ്തു, മീഡിയൻ ഫൈൻഡ് ചെയ്തു, മോഡ് ഫൈൻഡ് ചെയ്തു. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് മോഡും മീനും മീഡിയനും ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം മീന് നമുക്ക് ഏത് മെത്തേഡ് വെച്ചിട്ടാണോ ചെയ്യാൻ പറഞ്ഞത് അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് സ്യൂട്ടബിൾ മെത്തേഡ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഡാറ്റ വെച്ചിട്ട് നോക്കുക. ഡാറ്റയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ലാർജ് ഡാറ്റ ഒക്കെ ആണെങ്കിൽ എന്താ അസ്യൂംഡ് മീൻ മെത്തേഡോ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡോ യൂസ് ചെയ്യാം. ചെറുതാണ് നമ്മൾ XIയും FIയും എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ മീഡിയം ഫൈൻഡ് ചെയ്യാൻ മീഡിയം ക്ലാസ് ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് മോഡും. മോഡൽ ക്ലാസ് കാണുക, എന്നിട്ട് അതിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ മീഡിയനും മോഡും കാണാനുള്ളത് എന്ത് ചെയ്യാം? നമ്മള് ഫോർമുല എന്ത് ചെയ്ത് മറക്കരുത്. ഫോർമുല നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മീഡിയനും മോഡും ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യന്റെ മീനും മീഡിയനും മോഡും നമ്മൾ ഫൈൻഡ് ചെയ്തു. മീന് നമുക്ക് 8.32 കിട്ടി, മീഡിയൻ നമുക്ക് 8.05 കിട്ടി, അതുപോലെ മോഡ് നമുക്ക് 7.8 എന്ന് കിട്ടി. 7.8.
അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. മീനും മീഡിയനും മോഡും ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. Then next, the mean is the most frequently used measure of central tendency. Mean ആണ് നമ്മൾ കൂടുതൽ most frequently used measures of central tendency. അതിന്റെ reason എന്താ? Because it takes into account all the observations and lies between the extremes. ഓക്കെ, അപ്പൊ അതാണ് റീസൺ. അത് എല്ലാ ഒബ്സർവേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ലൈ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ്. അതുകൊണ്ട് മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ചോദിച്ചാൽ മീൻ ആണ്. That is the largest and the smallest observation of the entire data. അപ്പൊ ലാർജും സ്മോൾ ഒബ്സർവേഷനും ഒരു എൻറ്റയർ ഡാറ്റന്റെ എല്ലാം ലാർജും സ്മോൾ ഒബ്സർവേഷനെയും ഒക്കെ എന്ത് ടേക്ക് ചെയ്യുന്നുണ്ട്? മീന് ടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാത്തിനെയും കൂടെ ഡിപ്പെൻഡ്, ആ ഡാറ്റനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീൻ ആണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൾ ദ ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ്. The next, it also enables us to compare two or more distribution. അപ്പൊ നമ്മൾ പഠിച്ച മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ എന്താണ്? നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ ഒബ്സർവേഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. It enables us to compare two or more observation. ഏത്? മീൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, by comparing the average mean results of students at different schools of a പെർട്ടിക്കുലർ എക്സാമിനേഷൻ, നമുക്കൊരു എക്സാമിനേഷന്റെ സ്റ്റുഡൻസിന്റെ റിസൾട്ട്സ് നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. വി ക്യാൻ കൺക്ലൂഡ് വിച്ച് സ്കൂൾ ഹാസ് എ ബെറ്റർ പെർഫോമൻസ്. അതിൽ ഏത് സ്കൂളാണ് കൂടുതൽ പെർഫോമൻസ്, ബെറ്റർ പെർഫോമൻസ്, അത് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് കമ്പാരിസൺ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുക മീനാണ്. ഓക്കെ, അപ്പൊ ബൈ കമ്പയറിംഗ് ദ ആവറേജ് റിസൾട്ട് ഓഫ് സ്റ്റുഡൻസ്, അപ്പൊ ഡിഫറെന്റ് സ്കൂളത്തെയും ആവറേജ് റിസൾട്ട്, എക്സാമിന്റെ ആവറേജ് റിസൾട്ട് നമുക്ക് നോക്കണമെങ്കിൽ, നമുക്ക് ഏത് സ്കൂളാണ് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആവറേജ് അഥവാ മീന് കാണാൻ പറ്റും. However, extreme values in the data affect the mean. For example, the mean of classes having frequencies more or less the same is a good representative of the data. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സ്ട്രീം വാല്യൂ, ഡാറ്റന്റെ എക്സ്ട്രീം വാല്യൂ മീനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ? മീൻ ഓഫ് ക്ലാസ്സസ് ഹാവിംഗ് ഫ്രീക്വൻസീസ് മോർ ഓർ ലെസ് the same is a good representative of the data. But if one class has frequency say 2 and the 5 others have frequency 20, 25, 20, 21, 18, then the mean will certainly not reflect the way the data behaves. So in such cases, the mean is not a good representative of the data. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മീന് ചില ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ചില ഫ്രീക്വൻസീസ് എന്തായിരിക്കും? കുറവായിരിക്കും. മോർ ഓർ ലെസ് ദ സെയിം ഈസ് എ ഗുഡ് റിപ്രസെന്റേറ്റീവ് ഓഫ് ദ ഡാറ്റ. ഇപ്പൊ ഒരു ക്ലാസ്സിന് നമ്മളെ ഫ്രീക്വൻസി 2 ആണ്, ബാക്കിയുള്ള 5 അതർ ക്ലാസ്സസിന് 20, 25, 20, 21, 18 ആണെങ്കിൽ മീൻ വിൽ certainly not reflect the way the data behaves. അപ്പൊ അങ്ങനത്തെ കേസസിൽ മീൻ എന്താ? ഗുഡ് അല്ല. ഇറ്റ് ഗുഡ് റിപ്രസെന്റേറ്റീവ് ഓഫ് ദ ഡാറ്റ. ബട്ട് മീൻ എന്താണ്? എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് ലാർജ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് എന്താണ്? കമ്പാരിസണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇങ്ങനത്തെ കേസസിൽ എന്താണ്? മീന് ഗുഡ് അല്ല. ദ എക്സ്ട്രീം വാല്യൂസ് ഇൻ ദ ഡാറ്റ എഫക്ട് ദ മീൻ. അപ്പം in problems where individual observations are not important and we wish to find out a typical observation, median is more appropriate. അപ്പൊ അങ്ങനത്തെ കേസസിൽ എങ്ങനത്തെ? ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി വിഷ് ടു ഫൈൻഡ് ഔട്ട് എ ടൈപ്പിക്കൽ ഒബ്സർവേഷൻ. അങ്ങനത്തെ കേസസിൽ മീഡിയൻ ആണ് കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫൈൻഡിങ് ദ ടൈപ്പിക്കൽ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഓഫ് വർക്കേഴ്സിന്റെ റേറ്റ് നമുക്ക് കാണണം. പ്രൊഡക്ടിവിറ്റി റേറ്റ്, ആവറേജ് വേജ് ഇൻ എ കൺട്രി, ഒരു കൺട്രിയിലുള്ള ആവറേജ് വേജ് നമുക്ക് കാണണം. ദീസ് ആർ സിറ്റുവേഷൻസ് വേർ എക്സ്ട്രീം വാല്യൂസ് മേ ബി ദർ. സോ റാദർ ദാൻ ദ മീൻ, അതുകൊണ്ട് എക്സ്ട്രീം വാല്യൂസ് ഉണ്ടായത് കൊണ്ട് മീനിനേക്കാളും വി ടേക്ക് ദ മീഡിയൻ ആസ് ബെറ്റർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അങ്ങനത്തെ കേസസിൽ ഇപ്പൊ ഒരു കൺട്രീന്റെ ആവറേജ് വേജിന് അതുപോലെ റേറ്റ് ഓഫ് വർക്കേഴ്സ് ഒക്കെ കാണണമെങ്കിൽ മീനിനേക്കാളും നല്ലത് അവിടെ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടായത് കൊണ്ട്. സോ റാദർ ദാൻ മീനിനേക്കാളും നമുക്ക് നല്ലത് എന്താ? മീഡിയൻ കാണാനാണ്. ഓക്കെ,
In situations which require establishing the most frequent value or most popular item, the mode is the best choice. ഇനി നമുക്ക് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള വാല്യൂ അഥവാ മോസ്റ്റ് പോപ്പുലർ ഐറ്റം ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ അതിന് ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മോഡാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാലോ. ഇപ്പൊ നമ്മൾ മോഡ് ഫൈൻഡ് ചെയ്യുന്നത് തന്നെ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതാണ്. അപ്പൊ കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ഐറ്റം ഒക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, മോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ടു ഫൈൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ടി വി പ്രോഗ്രാം ബീങ് വാച്ച്ഡ്, അപ്പൊ കൂടുതൽ വാച്ച് ചെയ്യുന്ന ടി വി പ്രോഗ്രാം ഏതാ? ദ കൺസ്യൂമർ ഐറ്റം ഇൻ ഗ്രേറ്റസ്റ്റ് ഡിമാൻഡ്, അപ്പൊ കൂടുതൽ ഡിമാൻഡ് ഉള്ള, ഇപ്പൊ കൂടുതൽ ആളുകൾ വാങ്ങുന്ന സാധനം, കൂടുതൽ ഡിമാൻഡ് ഉള്ള സാധനം എന്താ? അതുപോലെ കളർ ഓഫ് ദ വെഹിക്കിൾ യൂസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന വെഹിക്കിളിന്റെ കളർ ഏതാ? അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് പോപ്പുലർ ഐറ്റം ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോഡാണ് യൂസ് ചെയ്യുക. മോസ്റ്റ് ഫ്രീക്വന്റ്, മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് അല്ലെ. There is an empirical relationship between three measures of central tendency. അപ്പൊ നമ്മൾ 3 measures of central tendency പഠിച്ചിട്ടുണ്ട്, മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ അതിന്റെ ഒരു റിലേഷൻ ആണ് ഇത്. എന്താ? 3 മീഡിയൻ എന്ന് പറഞ്ഞാൽ മോഡ് പ്ലസ് 2 മീൻ ആണ്. 2 മീനിലോട്ട് മോഡ് ആഡ് ചെയ്താൽ നമുക്ക് 3 മീഡിയൻ കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കത്, നമ്മൾ ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കും ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ 3 മീഡിയൻ എന്ന് പറഞ്ഞാൽ മോഡ് പ്ലസ് 2 മീൻ ആണ്. 2 മീനും മോഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 3 മീഡിയൻ ഉണ്ടാവുക. ഇത് മീഡിയൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ വിത്ത് അൺഈക്വൽ ക്ലാസ് സൈസസ്. ഇനി നമ്മളെ ക്ലാസ് സൈസ് ഈക്വൽ അല്ല, അൺഈക്വൽ ആണെങ്കിലും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈക്വൽ ക്ലാസ് സൈസ് ആണെങ്കിൽ മീഡിയൻ കാണാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ അൺഈക്വൽ ക്ലാസ് സൈസിനും എന്ത് കാണാൻ പറ്റും? മീഡിയൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീന്, മീഡിയന്, മോഡ്, അത് മൂന്നും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിലും ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതും നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അതുപോലെ മീന് കാണാൻ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അസ്യൂംഡ് മീൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പൊ 3 മെത്തേഡ്സും നന്നായിട്ട് പഠിക്കാം. അതുപോലെ മീഡിയൻ കാണാനുള്ള ഫോർമുല പഠിക്കുക, മോഡ് കാണാനുള്ള ഫോർമുല പഠിക്കുക. അപ്പൊ ഇത്രയാണ് മീന്, മീഡിയൻ, മോഡാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഓക്കെ, താങ്ക് യു.